INTUC നേതൃത്വത്തിലുള്ള TDF-ന്റെ പ്രവർത്തകർ അവർ പറയുന്ന ഒരു കാര്യം 50%-ലധികം ജീവനക്കാർ തങ്ങളുടെ സമരത്തിന് പിന്തുണയുമായി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ TDF-ന്റെ പ്രവർത്തകർ തന്നെയുണ്ട്. ഈ ഒരു സമരം 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ മറ്റു പ്രധാന ആവശ്യങ്ങൾ? ഞങ്ങളുടെ DA ഒരു 0% DA ആണ് ഞങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ശതമാനം പോലും DA കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ശരിക്കും ഒരു ജീവനക്കാരന് 10-15,000 രൂപയോളം ശമ്പളത്തിൽ നഷ്ടമാണ് സംഭവിക്കുന്നത് മാസത്തിൽ. അപ്പോൾ സർക്കാർ പിടിച്ചെടുക്കാൻ ഞങ്ങളെടുത്ത് ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ. അപ്പോൾ അത് ഞങ്ങളെ ജീവിത ചെലവിന് നിത്യവൃത്തിക്ക് വേണ്ട പൈസയാണ്. അപ്പോൾ അത്രയും പരിമിതമായ അവസ്ഥയിൽ ശമ്പളം കിട്ടാതെയും കൂടി ഞങ്ങൾ ജോലി എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. ജോലി എടുത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ മക്കൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി മക്കളുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് ഇന്നില്ല. ഇന്നിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ശമ്പളം വന്നിട്ടില്ല ഇതുവരെ. ഈ മാസം ലാസ്റ്റ് 30-ൻ്റെ ഉള്ളിലാണ് ഞങ്ങളെ കഴിഞ്ഞ മാസം 30 ദിവസം പണിയെടുത്തത്. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ ശമ്പളം പെൻഡിങ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ എന്താണ് മാർഗം? ഇത് 100 മാസത്തിനടുത്തായി ഇതേ നില തുടരാൻ തുടങ്ങിയിട്ട്. ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മാസം പോലും കൃത്യമായ ശമ്പളം കിട്ടിയിട്ടില്ല. അത് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നിങ്ങൾ സമരരംഗത്ത് ഇറങ്ങിയത്. പക്ഷെ പല KSRTC-കളും ഇപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ആളുകൾക്ക് കൂടി വേണ്ടിയല്ലേ? അതെ, തീർച്ചയായിട്ടും KSRTC-യിലെ മൊത്തം തൊഴിലാളികളുടെ മാത്രം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ TDF-ന്റെ നേതൃത്വത്തിൽ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന 50% പരം സ്ഥിരം ജീവനക്കാർ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് തലത്തിലും സർക്കാർ തലത്തിലും ബദലികൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു PSC മുഖാന്തരം ഒരു ജോലി കിട്ടിയിട്ട് ഒരു സ്ഥിരം നിയമനം കിട്ടിയ ഞങ്ങൾ മാസം മുഴുവൻ ജോലി ചെയ്തിട്ട് അതിൻ്റെ കൂലിക്ക് വേണ്ടി ഇതേപോലുള്ള പ്രതിഷേധ പരിപാടികളും പ്രക്ഷോഭങ്ങളുമായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. മാത്രമല്ല ഓരോ മാസത്തിലും ഇപ്പോൾ ഇന്നലെ പോലും നമ്മളുടെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി പറഞ്ഞത് 1-ാം തീയതി ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ എന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കുണ്ട്, കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരുടെ ശുശ്രൂഷ, കുട്ടികളുടെ പഠിത്തം. സാധാരണ രീതിയിലുള്ള ഒരു ജീവനക്കാരന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. തുച്ഛമായ വേതനം കൊണ്ട് ഒരു കുടുംബം പോറ്റാൻ വേണ്ടി കഴിയാണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, ഈ KB ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം കിട്ടുന്നു എന്നുള്ള തരത്തിലുള്ള ഇത്, പക്ഷേ ജനുവരി മാസത്തെ ശമ്പളം കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുന്നു. മറ്റ് ഇടപെടലുകൾ എങ്ങനെയാണ്? ഈ KB ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ഈ ഒരു പ്രതിസന്ധിക്ക് വന്നിട്ടുണ്ട്? ഒരിക്കലുമില്ല. ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്ന് കിട്ടുന്നു അറിയില്ല. മന്ത്രി വെറുതെ കബളിപ്പിക്കുകയാണ്. മന്ത്രി വെറും തള്ളതല്ലേ ഇത്. തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു കാര്യവും മന്ത്രി മാറിയത് കൊണ്ട് പുതിയതായിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു ബസ്സില്ല, പുതിയ ബസ് ഇറക്കുന്നൊന്നും പറയുന്നതല്ല. ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ബസ് വന്നില്ല. നിലവിൽ 15 വർഷം ഓടി കണ്ടം ചെയ്യേണ്ട ബസ്സുകൾ എടുത്തിട്ടാണ് ഞങ്ങൾ ഇന്ന് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സർവീസ് നടത്തിയിട്ട് നിലവിലെ ഒരു 11 കോടി ഉറുപ്പിക എടുത്ത് നിലവിലെ കളക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അത് നമ്മുടെ ടാർഗറ്റിന് മുകളിൽ വന്നു. എന്നിട്ട് പോലും അതുകൂടാതെ ശബരിമല സീസൺ, ഈ സീസണിൽ പോലും ഒരു മാസം പോലും ശമ്പളം കൃത്യമായി തരാൻ നമ്മുടെ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ പറയാമെന്നല്ലാതെ വേറെ ഒരു ഗുണം തൊഴിലാളിക്ക് കിട്ടിയിട്ടില്ല. അതുതന്നെയാണ് കാളിദാസ്. മന്ത്രി KB ഗണേഷ് കുമാർ തള്ളുകയാണ്. വെറും തള്ളൽ മാത്രമാണ് KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്ന് ജീവനക്കാർ പറയുന്നു. സമരം ചെയ്യുന്ന ജീവനക്കാർ പറയുന്നത് അങ്ങനെയാണ്. മാത്രമല്ല, അവർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പുതിയ വാഹനങ്ങൾ KSRTC-ക്ക് അനുവദിക്കണം. 15 വർഷത്തിലധികം ഉപയോഗിച്ച് കണ്ടം ചെയ്യേണ്ടി വരുന്ന ബസ്സുകളാണ് ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അത്തരം ബസ്സുകൾ ഓടിച്ച് അപകടകരമായ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രതിസന്ധി ശമ്പളം തന്നെയാണ്. മറ്റു പല സർക്കാർ വകുപ്പുകളിലും കൃത്യമായി ശമ്പളം ലഭിക്കുമ്പോൾ KSRTC ജീവനക്കാർക്ക്, അവർ സർക്കാർ ജീവനക്കാരാണ്, പറയുമ്പോൾ സർക്കാർ ജീവനക്കാരാണ്, സ്ഥിരം ജീവനക്കാരാണ്, പക്ഷേ കൃത്യമായ രീതിയിൽ ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. മാത്രമല്ല, ഇന്ന് 50%-ലേറെ ജീവനക്കാർ ഇവരുമായി സഹകരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് ബദൽ ജീവനക്കാരെ ഇറക്കിക്കൊണ്ടാണ് സർക്കാരും മാനേജ്മെൻറ്റും ഈ സമരത്തെ പൊളിക്കാൻ നീക്കം നടത്തുന്നത് എന്ന ഒരു ആരോപണമാണ് ഈ സമരം നടത്തുന്ന TDF-ന്റെ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ചില ബസ്സുകളെങ്കിലും ഇവിടെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരം ബസ്സുകൾ സർവീസ് നടത്തുന്നത്
ഇത് ബദൽ ജീവനക്കാരെ ഇറക്കിക്കൊണ്ടാണ് ഈ സമരത്തെ പൊളിക്കുകയാണ് ഇതിലൂടെ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു. ഇന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾ, ഈ ബസ്സുകളിലെ ജീവനക്കാർക്ക് വേണ്ടി കൂടിയാണ് തങ്ങളുടെ സമരം എന്നൊരു വാദം കൂടിയാണ് ഇപ്പോൾ ഈ ജീവനക്കാർ ഉന്നയിക്കുന്നത്. കാളിദാസ്, റിയസ്, എന്തായാലും ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമരത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു ചർച്ച നടന്നിരുന്നു. അത് പരാജയത്തിലാണ് ചെന്ന് നിന്നത്. കാരണം CMDയുടെ നേതൃത്വത്തിലടക്കം ചർച്ച നടന്നിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സമരം നടക്കുമെന്നുള്ളത് സർക്കാരിനടക്കം വ്യക്തമായി. അതാണ് ഡയസ്നോൺ പ്രഖ്യാപനത്തിലേക്കുമെല്ലാം കടന്നത്. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു CMD ഇടപെട്ടതല്ലാതെ ഗതാഗത വകുപ്പ് മന്ത്രി ഇങ്ങനെയൊരു സമരം വരുമെന്ന് മുൻകൂട്ടി കണ്ട് അവിടുന്ന് ഒരു നടപടി പോലും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള നടപടിയിലേക്കൊന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും മന്ത്രി അടക്കം ഗതാഗത വകുപ്പ് ഈ ഒരു ആവശ്യങ്ങൾ ഒന്നുപോലും കണക്കിലാക്കാത്തത്, അല്ലെങ്കിൽ കണക്കിലെടുക്കാത്തത് എന്നുള്ള ചോദ്യം കൂടിയല്ലേ ഈ ഒരു സമയത്ത് ഉയരുന്നത്? CMD ഇടപെട്ടാണ് ഈ സമരം നിങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചർച്ച നടത്തിയത്. ആ ചർച്ച പരാജയമായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് നേരത്തെ സൂചന ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇടപെടാതിരുന്നത്? സാധാരണ നമ്മളൊരു സംഘടന സമരം പ്രഖ്യാപിക്കുമ്പോൾ അത് ഗതാഗത മന്ത്രിയെ മാനേജ്മെന്റിനെ അറിയിച്ചുകൊണ്ടാണ് ചെയ്യുക. അതേ രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. വിജയിച്ച് ഒരു പ്രവർത്തനമെന്നോണം CMD ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു കാര്യങ്ങളും ചെയ്തു തരൂല എന്ന രീതിയിലുള്ള അതുകൊണ്ട് ചർച്ച അലസിപ്പിരിയാണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ സമരം മുന്നോട്ട് പോകാണ്ടായത്. അതായത് മന്ത്രി അറിഞ്ഞിട്ടും മന്ത്രി ഇടപെട്ടില്ല. മന്ത്രി അറിയാതിരിക്കില്ലല്ലോ. നമ്മുടെ മന്ത്രിയുടെ വകുപ്പിൽ നമ്മളൊരു സമരം നടക്കുമ്പോൾ മാനേജ്മെന്റ് മന്ത്രി എന്തായാലും അറിയിക്കുന്നു. അതേപോലെ തന്നെ തൊഴിലാളി നേതാക്കളും അറിയിക്കും. അപ്പൊ അതിന് വേണ്ടത്ര രീതിയിൽ മന്ത്രിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഭാഗത്തോ ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് കാളിദാസ്. അതിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം അവർ തന്നെ നൽകിയിരിക്കുന്നു. മന്ത്രി കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ളൊരു ആരോപണം, ഒരു ആക്ഷേപം ഈ സമരം ചെയ്യുന്ന TDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇതൊരു സൂചനാ പണിമുടക്ക് മാത്രമായി ഇന്നിപ്പോൾ പോകുമെങ്കിൽ കൂടിയും ഇനി ശക്തമായ പ്രതിഷേധത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതിനൊരു മുന്നറിയിപ്പ് കൂടി ഇവർ നൽകുന്നുണ്ട്.